ചലച്ചിത്രഗാന രചയിതാവ്, ഹിന്ദി പണ്ഡിതൻ, നിഘണ്ടുകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കെ അയ്യപ്പൻ പിള്ള 25-ാമത്തെ വയസ്സിൽ ആര്യ സമാജത്തിൽ ചേർന്നപ്പോൾ സ്വീകരിച്ച പേരാണ് അഭയദേവ്. കവിയും നാടകകൃത്തുമായ പള്ളത്ത് കരിമാരിൽ കേശവപിള്ളയുടെ മകനായി 1913 ജൂൺ 25-ന് ജനിച്ചു. കല്യാണിയമ്മയായിരുന്നു മാതാവ്. ഹിന്ദിയിൽ വിദ്വാൻ ബിരുദം നേടിയ അഭയദേവ് വളരെ നാൾ ഒരു ഹിന്ദി പ്രചാരകൻ ആയിരുന്നു. 1940-ൽ വിശ്വഭാരതി എന്നൊരു ഹിന്ദി മാസികയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഏക് താര, ഭൂമി കന്യാ സീത, ഗുരുപൂജ തുടങ്ങിയ കൃതികൾ ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, അവൻ വീണ്ടും വരുന്നു എന്നീ മലയാള കൃതികളുടെ ഹിന്ദി വിവർത്തനവും നിർവഹിച്ചിട്ടുണ്ട്. മലയാളത്തിലെ 5-ാമത്തെ ചലച്ചിത്രമായ വെള്ളി നക്ഷത്രത്തിന് ഗാനരചന നിർവഹിച്ചുകൊണ്ടാണ് അഭയദേവ് മലയാള ചലച്ചിത്ര ഗാനരചനാ രംഗത്ത് എത്തുന്നത്. 1995-ൽ മലയാള സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനകൾക്കായി JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. വയലാർ ദേവരാജ് കൂട്ടുകെട്ട് പോലെ മലയാള സിനിമയുടെ പ്രാരംഭഘട്ടത്തിൽ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച അഭയദേവ് ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ട് വളരെ പ്രസിദ്ധമാണ്. പരേതയായ പാറുക്കുട്ടിയമ്മയായിരുന്നു അഭയദേവിൻ്റെ ഭാര്യ. ഇവർക്ക് 5 മക്കളുണ്ട്. പ്രശസ്ത ഗായകൻ അമ്പിളിക്കുട്ടൻ അഭയദേവിൻ്റെ പേരമകനാണ്. 2000-ൽ 87-ാം വയസ്സിൽ അഭയദേവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. പാട്ടുപാടി ഉറക്കാം